KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA-യും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ഇന്ന് ചുമതലയേറ്റു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-നെ അധികാരത്തിലെത്തിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ നേതൃത്വം നൽകുന്ന ഉറപ്പ്. സണ്ണി ജോസഫ് അവர்கள் ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിന് നമ്മളെല്ലാവരും സണ്ണി ജോസഫ് അവர்கள் ചുമതല ഏറ്റെടുക്കുകയാണ്. കെ സുധാകരന്റെ പിൻഗാമിയായി KPCC-യുടെ 38ാം അധ്യക്ഷ പദവി സണ്ണി ജോസഫ് MLA ഏറ്റെടുത്തു. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല. കോൺഗ്രസ് മൈനസ് എന്നാൽ വട്ടപൂജ്യമാണെന്ന് ഓർക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല, കോൺഗ്രസ് ആണ് എല്ലാം. മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ലക്ഷ്യം 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. CPI-നെ താഴെയിറക്കുമെന്നും സണ്ണി ജോസഫ്. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26-ൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, വി വിൽ ഫൈറ്റ് ടുഗദർ. നമ്മൾ ഒന്നിച്ച് ആ ഉത്തരവാദിത്വം ദൗത്യമേറ്റെടുക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകാനുള്ളതാകരുതെന്ന് ഓർമ്മിപ്പിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. നമ്മൾക്ക് ചർച്ചകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം. പിന്നാലെ വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ചുമതലയേറ്റെടുത്ത് സംസാരിച്ചു. ഇടതു മുന്നണി അധികാരത്തിൽ നിന്ന് വഴിയിലൂടെ പുറത്തേക്ക് പറഞ്ഞയക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചതുപോലെ 2001 എന്നുള്ളതാണ് ഈ കാലഘട്ടം, ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു. KPCC-യുടെ പുതിയ ടീം നാളെ ഡൽഹിയിൽ AICC നേതാക്കളുമായി ചർച്ച നടത്തും. 24 തിരുവനന്തപുരം.